വിശദാംശങ്ങളിലേക്ക് ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, കോഴിക്കോട് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഗവർണർക്കെതിരെ. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴി തിരുവനന്തപുരത്തേക്ക് ഗവർണർ എത്തും രാത്രിയോടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്നത്? ഫിജി 2000 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ രാജ്ഭവനിലേക്കും പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട്. സംഗീത് ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സമാധാനപരമായാണ് ഇപ്പോൾ സമരക്കാർ വന്നിരിക്കുന്നത്. അതായത് രാജ്ഭവന് കുറച്ച് അകലെയായിട്ട് തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതിനു മുന്നിൽ കുത്തിയിരുന്ന് ഇത്തരത്തിൽ ചാൻസലർക്കെതിരെ, ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി ഏകദേശം 9:30 ഗവർണർ തലസ്ഥാനത്ത് എത്തുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ആ സമയത്ത് പ്രതിഷേധം ഏത് രീതിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ സമരക്കാർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പൂർണ്ണമായും ഈ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങളൊക്കെ, യാത്രക്കാരെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. കൂടാതെ തന്നെ ഇത്തരത്തിൽ 2000-ലധികം കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നടത്തുന്നതെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സമരക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത, ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത സംഗീത് ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിലെ 2000-ഓളം കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവനിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സമയം വരെയും പ്രതിഷേധക്കാർ വളരെ ശാന്തമായി ചാൻസലർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാജ്ഭവന്റെ മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഫിജി, സൂര്യ, എന്തായാലും SFI കൊണ്ടുവന്ന പ്രതിഷേധം അതിപ്പോൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയും SFIയും ചേർന്ന് ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ശക്തമായി ഉയർത്താനാണോ തീരുമാനം? വരും ദിവസങ്ങളിലും ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാകുമോ? തീർച്ചയായും ഫിജി, ഇന്ന് നമ്മൾ കോഴിക്കോട് കണ്ടത് SFIയുടെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണെങ്കിൽ തലസ്ഥാനത്ത് ആ ഒരു പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് തന്നെ പറയാം. കൂടാതെ AISFന്റെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാനത്തുടനീളം പഠിപ്പ് മുടക്കിയുള്ള സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതു കക്ഷി രാഷ്ട്രീയങ്ങൾ ഒക്കെ തന്നെ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ ഗവർണർ കോഴിക്കോട് നടത്തിയ ഒരു മിഠായി തെരുവിലെ പര്യടനം ഒക്കെ തന്നെ വീണ്ടും ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പെട്ടെന്നൊരു പ്രതിഷേധം സംഘടിപ്പിച്ചതും. എല്ലാവരും ഒത്തുകൂടി ഇപ്പോൾ ഇവിടെ ഗവർണർ എത്തുന്നതിന് മുന്നേ തന്നെ പ്രതിഷേധക്കാർ ഒക്കെ തന്നെ രാജ്ഭവന് മുന്നിൽ ഇരുന്ന് ചാൻസലർക്ക് എതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. എന്തായാലും 9:30 ഗവർണർ തലസ്ഥാനത്ത് എത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന്, ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രതിഷേധങ്ങളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. രാജ്ഭവനിൽ മുന്നിൽ എന്തായാലും ഈ ഒരു സമയം വരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. SFIക്കാരുടെ പ്രതിഷേധത്തെക്കുറിച്ചും ഇതുവരെ അറിവൊന്നും ലഭിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ 2000-ലധികം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നതായി തോന്നുന്നില്ല. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഫിജി, സൂര്യ, രാജ്ഭവന്റെ പ്രധാന കവാടം ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടാണോ, അതിനു മുന്നിൽ ഇരുന്നു കൊണ്ടാണോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം? ഗവർണറെ അകത്ത് കടത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണോ ഡിവൈഎഫ്ഐ? ഫിജി, രാജ്ഭവന്റെ പ്രധാന ഗേറ്റിന് മുന്നിലല്ല സമരക്കാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതായത് വഴുതക്കാട് നിന്നും രാജ്ഭവനിലേക്ക് പോകുന്ന, വെള്ളയമ്പലത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് പോകുന്ന ആ ഒരു ഗേറ്റിന്റെ അവിടെ വെച്ചാണ് പ്രതിഷേധക്കാരെ പോലീസുകാർ തടഞ്ഞിരിക്കുന്നത്. അവിടെ പ്രതിഷേധക്കാരെ കടത്തിവിടാതെ, യാത്രക്കാരെ ആരെയും കടത്തിവിടാതെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ
സമരം ചെയ്യുന്നത്. രാജ്ഭവന്റെ ഗേറ്റിന് മുന്നിലും ഇത്തരത്തിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് യാത്രക്കാരെയും അതുപോലെ തന്നെ പ്രതിഷേധക്കാരെയും കടത്തിവിടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ പോലീസ്. അതായത് രാജ്ഭവന്റെ മുന്നിലെ ഗേറ്റിലേക്ക്, പ്രധാന കവാടത്തിലേക്ക് പ്രതിഷേധക്കാരെ കടത്തിവിട്ടില്ല, അവിടെ പൂർണ്ണമായും തടഞ്ഞു വെച്ചുകൊണ്ടാണ്, വഴിയിൽ തടഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും സിജി, രാജ്ഭവന്റെ പ്രധാന ഗേറ്റിലേക്ക് ആരെയും വിടാത്ത രീതിയിൽ സജ്ജീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ അവർ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. രാജ്ഭവന് മുന്നിൽ ഒരുപാട് ദൂരമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുള്ളത്. ഇവർ പ്രതിഷേധിക്കുന്ന സമയത്ത് ഈ ബാരിക്കേഡ് മുറിച്ചു കടന്ന് രാജ്ഭവനിലേക്ക് കടക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ തന്നെ പോലീസുകാർ ഒരുക്കിയിട്ടുണ്ട് സിജി. സൂര്യ, അതായത് ഈ പ്രതിഷേധക്കാർ നിലനിൽക്കുന്ന സ്ഥലത്തു നിന്ന് ആ വഴി വേണോ ഗവർണർക്ക് രാജ്ഭവനിലേക്ക് കടന്നു പോകാൻ? അല്ല സിജി, ഇത്തരത്തിൽ കവടിയാർ വഴി ഗവർണർക്ക് ഇത്തരത്തിൽ രാജ്ഭവന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ SFIയുടെ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഈ പ്രതിഷേധക്കാരെ മറികടന്നുകൊണ്ട് കവടിയാർ വഴി ഗവർണർ രാജ്ഭവന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവിടെ പ്രതിഷേധക്കാരെ ആരെയും കടത്തിവിടുന്നില്ല, ആളുകളെയൊക്കെ ഒഴിവാക്കി. അത്തരത്തിൽ ഒരുപക്ഷെ ഗവർണർക്ക് അതുവഴി കൂടി രാജ്ഭവനിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ എത്തുന്ന സമയത്ത് പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് മറികടക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് പ്രതിഷേധക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഗവർണർക്ക് രാജ്ഭവന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കവടിയാർ വഴി പോകാനുള്ള ഒരു വഴി ഒഴിച്ചിട്ടുകൊണ്ടാണ് പ്രതിഷേധക്കാരെ പോലീസ് സമരം ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. പ്രതിഷേധക്കാർ തൊട്ട് അപ്പുറത്തെ വഴിയിൽ നിന്നാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഇതെന്തായാലും ഗവർണർ വരുന്ന വഴിക്ക് ഒരു തടസ്സം ഇതുവരെയും സൃഷ്ടിക്കുന്നില്ല. ശരി സൂര്യ, ആരൊക്കെ ഡിവൈഎഫ്ഐയുടെ ആരൊക്കെ പ്രധാന നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരും ഒക്കെ രംഗത്തുണ്ടോ? ഫിജി, വനിതാ പ്രവർത്തകർ എല്ലാവരും ഇല്ല, കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. സിജു ഖാൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നവരിൽ പ്രധാനമായിട്ടും ഉണ്ട്. വനിതാ പ്രവർത്തകർ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്കുള്ള മാർച്ചിൽ പങ്കുകൊള്ളുന്നത്. മറ്റ് ഡിവൈഎഫ്ഐയുടെ മൊത്തത്തിലുള്ള ഒരു അംഗബലം എടുത്താലും വളരെ കുറച്ചുപേർ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗവർണർ വരുന്ന സമയം വരെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കാനാണോ അവരുടെ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 5:30 തുടങ്ങുമെന്ന് പറഞ്ഞ പ്രതിഷേധമാണ് ഇപ്പോൾ 7 മണിക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഇത്രയും സമയം ഒരുപക്ഷെ നീണ്ടുപോയി, ഇത്രയും സമയം ലേറ്റായിട്ട് ഇവർ പ്രതിഷേധിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഗവർണർ എത്തുന്നത് വരെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കാനാണോ അവരുടെ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 9:30 ഗവർണർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ വരുന്നത് പ്രമാണിച്ച് ഗവർണർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ റോഡുകളിൽ തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അംഗബലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണുള്ളത്. അതുകൊണ്ട് പ്രവർത്തകരെക്കാൾ അധികം പോലീസുകാരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. വനിതാ പോലീസ് അടക്കം നിരവധി പേരാണ് ഇവിടെ ഇപ്പോൾ സമരക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജ്ഭവനിൽ ഒരുങ്ങി നിൽക്കുന്നത്. സൂര്യ, സംഘി ഗവർണർ ക്വിറ്റ് കേരള എന്നുള്ള വലിയ ബാനർ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ മുദ്രാവാക്യം വിളികളിൽ? തീർച്ചയായിട്ടും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ സെനറ്റിൽ ഉൾപ്പെടെ RSSകാരെ കുത്തിത്തിരികിക്കൊണ്ട് ഉള്ള ചാൻസലറുടെ നടപടികൾക്കെതിരെ തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ തുടക്കം മുതൽ തന്നെ SFIയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധം ഉയർത്തിയതും ഈ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. സെനറ്റിൽ RSSകാരെ കൂടുതലായി നിയമിക്കുന്നു, ആ ഒരു അവസരത്തെ ഗവർണർ മുതലാക്കി കാണുന്നു എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരും ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത ചാൻസലറാണ് നമുക്കുള്ളത്, സംഘി ചാൻസലറാണ്. ഇത്തരത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ RSSകാരെ സെനറ്റിലേക്ക് കുത്തിത്തിരിക്കുന്ന ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ ഒരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സംഘി ചാൻസലർ കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയും ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്.
അത്തരത്തിലുള്ള ബാനർ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഉയർത്തി കാണിക്കുന്നത്. ഫിജി. ശരി സൂര്യ, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് പോലീസ് തടഞ്ഞു. വലിയ സുരക്ഷാ മുൻകരുതലുകൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർ 9:30 രാജ്ഭവനിലേക്ക് എത്തുക. കോഴിക്കോട്ട് നിന്നും കരിപ്പൂരിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി അദ്ദേഹം 9:30 രാജ്ഭവനിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് രാജ്ഭവനിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറുന്നത്.